Namaste viewers, welcome back to my new video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഇന്ന് ഫെബ്രുവരി 5th. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന XUSDയുടെ 15-minute ടൈം ഫ്രെയിമിലെ പെർഫോമൻസ് വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി ലൈവ് ടെസ്റ്റിംഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോളർ വാട്സാപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമുക്ക് 2 സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വന്നൊരു സെൽ സിഗ്നൽ, അത് കൺഫേം അല്ലായിരുന്നു, റീസൺ ഞാൻ പറയാം. രണ്ടാമത് വന്നിരിക്കുന്ന ബൈ സിഗ്നൽ വന്നിരിക്കുന്ന 7:45 വന്നതാണ് രാവിലെ. അത് ഇപ്പോഴും കണ്ടിന്യൂ. ഇപ്പോഴെന്ന് പറയുമ്പോൾ ടൈം 2:45 കഴിഞ്ഞു. 2 ടാർഗറ്റ് അച്ചീവ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് സിഗ്നൽസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അലർട്ട് മെസ്സേജ് വരും. ഏറ്റവും മേഖല ഡിസ്പ്ലേ വരുന്നുണ്ട്. ലാസ്റ്റ് ബൈ എടുക്കുകയാണെങ്കിൽ 2852 നമുക്ക് ട്രേഡ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ സിഗ്നൽ വരുന്ന എല്ലാത്തിലും നമ്മൾ ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം കൺഫേം ആവില്ല. അപ്പോൾ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺഫേം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് ബൈ സിഗ്നലാണ് വരുന്നതെങ്കിൽ ആരോ വന്നതിന് ശേഷം തൊട്ട് താഴത്തെ ബാറില്ലേ, നമ്മുടെ കൺഫർമേഷൻ ബാറാണ്, അത് എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ ബൈ സോണിലോട്ട് പറഞ്ഞാൽ, അതായത് ബൈ സിഗ്നൽ വന്നതിന് ശേഷം താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈ സോൺ ആണെങ്കിൽ ആ ബൈ കൺഫേം എന്നർത്ഥം നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് 3 ടാർഗറ്റ് ലെവൽസ്, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്, താഴെ ഡിസ്പ്ലേ വരും. ഈ ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഡിപ്പെൻഡ്സ് ഓൺ യു. നമുക്കിപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെയിറ്റ് ചെയ്യാം. അതുമല്ല നമുക്ക് പ്രോഫിറ്റ് തോന്നുവാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എത്തുന്നതിന് മുമ്പേ നമുക്ക് എക്സിറ്റ് കൊടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതൊക്കെ ഫ്രണ്ടിൽ നമുക്ക് ഈ ബൈ സിഗ്നൽ മുന്നിട്ട് നമുക്കൊരു സെൽ സിഗ്നൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കൺഫേം അല്ലായിരുന്നു. കാരണം സെല്ലിൻ്റെ കൺഫർമേഷൻ താഴത്തെ ബാർ റെഡും പ്രൈസ് സെൽസും ആയിരുന്നു. അപ്പോൾ ഇത്തരം കൺഫർമേഷൻ പാർട്ടിൽ ചെക്ക് ചെയ്ത് കുറേ ഫേക്ക് സിഗ്നൽസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ മേഖലയിൽ റെഡ് സ്റ്റാർ കാണുന്നില്ല, അത് റെസിസ്റ്റ് ചെയ്യുന്നത് താഴത്തെ സപ്പോർട്ട് ലെവൽസുമാണ്. ഇതുകൂടാതെ സൈഡ് വേസ് ഉൾപ്പെടെ സോഫ്റ്റ് നമുക്ക് കാണിച്ചു തരും. മാർക്കറ്റ് എന്താണോ അതിനെ കറക്റ്റ് റീഡ് ചെയ്ത് നമുക്ക് ലൈവായിട്ട് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ സ്ട്രാറ്റജി ലൈവിൽ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.